ഹായ് സ്റ്റുഡൻസ്, SLC-IT മോഡൽ എക്സാമിലെ റോബോട്ടിക്സ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഡയഗ്രാം ആൻഡ് പിക്ടോബ്ലോക്സ് കോഡ് ഓഫ് എ വൈപ്പർ മെയ്ഡ് യൂസിങ് ആൻ ആർഡിനോ ആൻഡ് സെർവോ മോട്ടർ ആർ ഗിവൺ ബിലോ. വെൻ ഗ്രീൻ ഫ്ലാഗ് ഈസ് ക്ലിക്ക്ഡ് ടു ഓപ്പറേറ്റ് ദ ഡിവൈസ്, ദ വൈപ്പർ മൂവ്സ് വൺസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി ആൻഡ് റിട്ടേൺസ് ബാക്ക്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം, ഒരു സർക്യൂട്ടിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന സെർവോ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ ബ്ലോക്സിൻ്റെ കോഡും ഇവിടെ തന്നിട്ടുണ്ട്. ബിൽഡ് ദ സർക്യൂട്ട് യൂസിങ് ദ കോമ്പോണൻറ്റ്സ് ഇൻ ദ ഡയഗ്രാം, ക്രിയേറ്റ് ദ കോഡ് ഇൻ ദ പിക്ചർ ബ്ലോക്സ് ആൻഡ് ഓപ്പറേറ്റ് ദ ഡിവൈസ്. മോഡിഫൈ ദ കോഡ് സോ ദാറ്റ് വെൻ ഗ്രീൻ ഫ്ലാഗ് ഈസ് ക്ലിക്ക്ഡ്, the wiper rotates up to 180 degree and returns, repeating this action 5 times. Operate the device accordingly. Save the edited program with your register number underscore Arduino underscore wiper.sb3 as file name to the exam10 products folder. Hint, use stage mode, upload the firmware before running the program. അപ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ ടൈം തന്നിട്ടുണ്ടാവും. ആ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് 5 മിനിറ്റാണ് പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവുക. സ്റ്റാർട്ട് എക്സാം അടിച്ചു കഴിയുമ്പോൾ ഈ ഒരു ടൈം ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്ന കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സർക്യൂട്ട് ഈ തന്നിരിക്കുന്നത് പിക്ചറിലെ പോലെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സ്കിപ്പ് അടിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് അതേപോലെ സോഫ്റ്റ്വെയർസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം സ്കിപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. ആർഡിനോ, സെർവോ മോട്ടർ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു വൈപ്പറിൻ്റെ ഡയഗ്രാം പിക്ചർ ബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈപ്പർ 80 ഡിഗ്രി കോണളവിൽ ഒരു പ്രാവശ്യം ചലിച്ച് തിരിച്ചു വരുന്ന രീതിയിലാണ് ഉപകരണം തയ്യാറാക്കിയിട്ടുള്ളത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ചു. നമ്മൾ ആ സെർവോ മോട്ടറും ആർഡിനോയും അതേപോലെ തന്നെ പിന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്ചർ തന്നതുപോലെ ഇതൊന്ന് കണക്ട് ചെയ്യാം. പിക്ചർ തന്ന പോലെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ പിൻ 5ലേക്കാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 5ലേക്ക്, അതേപോലെ തന്നെ 5 വോൾട്ട്, അതേപോലെ തന്നെ ഗ്രൗണ്ട്, ഇതൊക്കെയാണ് കണക്ട് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിൻ 5ലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ 5 വോൾട്ടിൻ്റെത്, അതേപോലെ തന്നെ ഗ്രൗണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യാം. 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പിന്ന് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണക്ട് ചെയ്യേണ്ടത് പിൻ 5ലേക്കാണ്. ആ പിൻ 5ലേക്കും കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സെർവോ മോട്ടറിലേക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ യെല്ലോ തന്നിരിക്കുന്നത്, ഈ യെല്ലോ കളർ തന്നിരിക്കുന്ന ഈ ഒരു പിന്ന് കണക്ട് ചെയ്യേണ്ടത് ഡിജിറ്റൽ പിൻ 5ലേക്കാണ്. ഈ റെഡ് കളർ വയർ കാണിച്ചിരിക്കുന്നത് കണക്ട് ചെയ്യേണ്ടത് 5 വോൾട്ടാണ്. അതേപോലെ തന്നെ ഈ ബ്രൗണ് ഗ്രൗണ്ടുമാണ്. അപ്പം നമ്മൾ ഈ ആർഡിനോയിൽ കൊടുത്ത ഓരോന്നും ഇവിടേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആർഡിനോയിൽ കൊടുത്ത ഓരോന്നും നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 5 വോൾട്ട്, ആദ്യം 5 വോൾട്ടിലേക്ക് കൊടുത്തത് കണക്ട് ചെയ്യുന്നു. ഇനി ഗ്രൗണ്ട്, അത് ബ്രൗൺ കളറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ബ്രൗൺ കളറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ബ്ലൂ കളറിലേക്കുള്ളത് യെല്ലോ കളറിലേക്ക് ഡിജിറ്റൽ പിൻ 5ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് സർക്യൂട്ടിൽ തന്നതുപോലെ, ആ ഡയഗ്രത്തിൽ തന്നതുപോലെ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് മോട്ടർ വർക്ക് ചെയ്യുമോ നോക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് ഈ ആർഡിനോയുടെ USB കേബിൾ നിങ്ങളുടെ ലാപ്പിലെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു ആർഡിനോയിലെ USB കേബിൾ നമുക്ക് ലാപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് അതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ചർ ബ്ലോക്സിലെ കോഡ് ഒന്ന് ചെയ്ത് നോക്കാം. ഷോ ആപ്ലിക്കേഷൻസിൽ പിക്ചർ ബ്ലോക്സ് ഓപ്പൺ ചെയ്യാം. പിക്ചർ ബ്ലോക്സ് ഓൺ ചെയ്തു. ഇവിടെ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ബ്ലോക്ക് കോഡിംഗ് ആണ്. അതെടുത്തു. ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ബോർഡ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബോർഡ് എടുത്തു. അതിൽ നമ്മളിവിടെ ആർഡിനോ യൂനോ എന്ന് സെലക്ട് ചെയ്യാം. ഇനി കണക്റ്റ് എന്നുള്ളത് വരും. അതിൽ ഈ ഒരു ഡിവൈസ് നെയിം തന്നിട്ടുണ്ട്, ഇവിടെ കണക്റ്റ് എന്ന് കൊടുക്കാം.
ഇനി നമ്മൾ എടുക്കേണ്ടത് ഇത് സ്റ്റേജ് മോഡിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റേജ് മോഡിലായിരിക്കും ഉണ്ടാവുക, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള തന്നിരിക്കുന്ന കോഡ് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇവൻറ്റ്സ് എടുക്കുന്നു. അതിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് എടുത്തു. ഇത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് സെറ്റ് സെർവ് ഓൺ 5. അപ്പോൾ അടുത്തത് ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ആക്ച്വേറ്റേഴ്സിൽ സെറ്റ് സെർവ് ഓൺ ഈ ഒരു കോഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത് 11 അല്ല, നമുക്കിവിടെ കൊടുക്കേണ്ടത് 5 ആണ്. നമ്മൾ 5 ഡിജിറ്റൽ പിന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യന് തന്നതുപോലെ ഇവിടെ കൊടുക്കേണ്ടത് 0 ആംഗിൾ, സെറ്റ് സെർവ് ഓൺ 5 to 0 ആംഗിൾ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, അത് നമ്മൾ 0 എന്നുള്ളതിലേക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് കൊടുക്കേണ്ടത് റിപ്പീറ്റ് എന്നുള്ളതാണ്. അതിന് കൺട്രോൾ എന്നുള്ളത് എടുക്കാം. അതിൽ റിപ്പീറ്റ് എന്നുണ്ട്, അതെടുക്കുന്നു. ഈ പ്രോഗ്രാം ഇത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള കമാൻഡാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് റിപ്പീറ്റ് 1 എന്നാണ്. അപ്പോൾ ഇവിടെ 1 ടൈപ്പ് ചെയ്തു. ഇനി വെയിറ്റ് എന്നുള്ള കമാൻഡാണ് അടുത്തത്. നമ്മൾ വെയിറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ വെയിറ്റ് 1 സെക്കൻഡാണ് തന്നിരിക്കുന്നത്. 1 സെക്കൻഡ് എന്ന് കൊടുത്തു. ആ സമയത്ത് ഇവിടെ സെറ്റ് സെർവ് ഓൺ 5 അത് കൊടുക്കാനാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ട സെറ്റ് സെർവ് ഓൺ എന്നാണ്. അതിൽ വീണ്ടും ആക്ച്വേറ്റേഴ്സ് എടുത്തു. അതിൽ സെറ്റ് സെർവ് ഓൺ എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ 5 കൊടുത്തു. 5 ഡിജിറ്റൽ പിൻ 5 ആണ്. അതേപോലെ തന്നെ 80 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. 80 എന്ന് കൊടുത്തു. എൻ്റർ പ്രസ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്താൽ മതി. ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ്ട് ഇതിവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 0 ആംഗിളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 0 ആംഗിളിൽ നിന്ന് കൊടുത്തു. ഇത്രയാണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യന് തന്നതുപോലെ നമ്മളിപ്പം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ആദ്യം വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു. ഇനി ഇവിടെയുള്ള അപ്ലോഡ് ഫേംവെയർ എന്നുള്ള ഇപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് അപ്ലോഡ് ഫേംവെയർ എന്നുള്ളതാണ്. അതിവിടുന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സിസ്റ്റത്തിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെർവോ മോട്ടർ വർക്ക് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് മാറ്റി ടൈപ്പ് ചെയ്ത് നോക്കാം. 180 ഡിഗ്രി ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതേപോലെ തന്നെ 5 ടൈം റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ റിപ്പീറ്റ് എന്നുള്ളിടത്ത് നമ്മൾ 5 ടൈംസ് എന്ന് കൊടുക്കുക. ബാക്കി നമുക്ക് വെയിറ്റ് 1 സെക്കൻഡ് എന്നൊക്കെ കൊടുത്താൽ മതി. ഇവിടെ റൊട്ടേറ്റ് എന്നുള്ളിടത്ത് 180 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 180 ഡിഗ്രി 5 ടൈം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചേഞ്ചസ് വരുത്തിയോണ്ട് ഒന്നും കൂടി അപ്ലോഡ് ഫേംവെയർ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിനി ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കോഡിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പിക്ടോബ്ലോക്സ് കോഡിൽ ചേഞ്ചസ് വരുത്തി 180 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 2 3 4 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്യണം. അപ്പം അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതിൽ ഹോമിൽ exam10 പ്രൊഡക്ട്സിൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ കൊടുത്തു. _Arduino _Viper.sp3 എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊടുത്തു. സേവ് എന്ന് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ഇങ്ങനെയാണിത് സേവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The circuit diagram and picture blocks code for turning two LEDs on and off at 1 second intervals are given below. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. ബിൽഡ് ദ സർക്യൂട്ട് യൂസിങ് ദ കോമ്പോണൻറ്റ്സ് ഇൻ ദ ഡയഗ്രാം, ക്രിയേറ്റ് ദ കോഡ് ഇൻ ദ പിക്ചർ ബ്ലോക്സ് ആൻഡ് ഓപ്പറേറ്റ് ദ ഡിവൈസ്. മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ കോഡ് ആൻഡ് ഓപ്പറേറ്റ് ദ ഡിവൈസ് so that both the LEDs turn on and off together. Save the edited program with your register number _blink together .sb3 as file name to the exam10 products folder. Use stage mode. Upload firmware before running the program. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനെ കൂടി നോക്കാം. 2 LED ഓരോ സെക്കൻഡ് ഇടവേളകളിൽ ഒരേ സമയം ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് ഡയഗ്രാം പിക്ചർ ബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ചർ ബ്ലോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. 2 LED മാറി മാറി ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ഒരു LED ഓൺ ആകുമ്പോൾ അടുത്ത LED ഓഫ് ആവുക. കോഡിൽ മാറ്റം വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 products ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ blink to LED .sb3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. സ്റ്റേജ് മോഡ് ഉപയോഗിക്കുക. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് ഫേംവെയർ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് ക്വസ്റ്റ്യനെ തന്നതുപോലെ എല്ലാ കോമ്പോണൻസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഡിജിറ്റൽ പിൻ 7, അതേപോലെ തന്നെ 6ലേക്കാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഡിജിറ്റൽ പിൻ 6ഉം 7ലേക്കും കണക്ട് ചെയ്യുന്നു. പിൻ 7ലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇനിയൊരു പിൻ 6ലേക്കും കണക്ട് ചെയ്യുന്നു. ഇനി നമ്മളത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണക്ട് ചെയ്താൽ ഈ പറയുന്ന പോയിന്റിലേക്കൊക്കെ ഈ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാകും താഴെയുള്ളത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലേക്കും നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെയുള്ള ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾക്കൊരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്രൗണ്ടും കൂടി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ടിൽ കൊടുത്ത കണക്ഷൻ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു കണക്ഷൻ കൊടുത്ത ഈ റോയിൽ ഇവിടെ ഫുള്ളായിട്ടും ഈ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ LED പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, അതേപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ പോസിറ്റീവ് ലെഗാണ് റെസിസ്റ്ററിൻ്റെ അടുത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവ് ലെഗ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ കാണാം. ആദ്യം ഡിജിറ്റൽ പിൻ 7ലേക്ക് കണക്ട് ചെയ്താണ് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തത്. ആ കണക്ഷൻ റെസിസ്റ്ററിലേക്ക് വന്നിട്ടുണ്ട്. റെസിസ്റ്ററിൽ നിന്ന് ഈ ഒരു LED പോസിറ്റീവ് ലെഗിലേക്ക്, അത് കഴിഞ്ഞത് നെഗറ്റീവ് ലെഗ്, അതിലേക്ക് ഗ്രൗണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത കണക്ഷൻ കൂടി കൊടുക്കാം. നെക്സ്റ്റ് അടുത്ത കണക്ഷൻ ഇതേപോലെ കൊടുത്തു. അടുത്ത കണക്ഷൻ നമ്മൾ ഇതേപോലെ കൊടുത്തു. ഇനി റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഇത് നമ്മൾ ഈ ഒരു LED ആണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പോസിറ്റീവ് ലെഗ് ഇതാണ് പോസിറ്റീവ് ലെഗ്, ഇത് നെഗറ്റീവ് ലെഗ്. അപ്പോൾ പോസിറ്റീവ് ലെഗ് ആ റെസിസ്റ്ററിൻ്റെ പാർട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കണക്ഷൻ തന്നിരുന്നത്. അതേപോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു ആർഡിനോ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ചർ ബ്ലോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഷോ ആപ്ലിക്കേഷൻസിൽ പിക്ചർ ബ്ലോക്സ് കൊടുക്കുക. ഇവിടെ ബ്ലോക്ക് കോഡിങ്ങിൽ എടുത്തു. നമ്മൾ ആദ്യം തന്നെ ബോർഡ് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ സ്റ്റേജ് മോഡിൽ സെലക്ഷൻ ആണോ നോക്കുക. ഇനി നമുക്ക് ഇവിടേക്ക് ഓരോ കോഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തു. ഇവിടെ ഇവൻറ്റ്സ് എന്നുള്ളത് എടുത്തു. അവിടെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത്, ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ഫോർ എവർ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് കൺട്രോൾ എന്നുള്ളത് എടുക്കുക. അതിൽ ഫോർ എവർ എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാം ഫുള്ളും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ കൊടുക്കുകയാണ് സെറ്റ് ഡിജിറ്റൽ പിൻ 6 ഔട്ട്പുട്ട് ഹൈ കൊടുത്തു. അതേപോലെ തന്നെ സെറ്റ് ഡിജിറ്റൽ പിൻ ഔട്ട്പുട്ട് ലോ എന്ന് കൊടുത്തു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നു. ആർഡിനോ യൂനോ എന്നുള്ളത് എടുത്തു. ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ളത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഡിജിറ്റൽ പിൻ 7 എന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്തു.
ഡിജിറ്റൽ പിൻ 6 എന്ന് ഇവിടെ കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ ഒരു പിന്നും കൂടി സെറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി 7 എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ലോ എന്നാണ് കൊടുക്കേണ്ടത്. ലോ എന്ന് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് കൺട്രോളിൽ വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്ക് ഈ 3 കോഡും ഇവിടെ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു. ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഹൈ എന്നുള്ളിടത്ത് ഇവിടെ ലോ എന്ന് കൊടുക്കുക. ഇവിടെ ലോ എന്ന് കൊടുത്തെടുത്ത് ഹൈ എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് വെയിറ്റ് 1 സെക്കൻഡ് ഇതൊക്കെ നമ്മൾ കൊടുത്തു. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്ലോഡ് ഫേംവെയർ കൊടുക്കുക. അപ്ലോഡ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിനി ഒന്ന് പിക്ടോബ്ലോക്സിലെ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി പ്രോഗ്രാമിൻ്റെ കോഡിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് നമുക്കിതൊന്ന് ഒരുമിച്ച് ഓൺ ആവുന്നതും ഒരുമിച്ച് ഓഫ് ആക്കുന്നതായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോഗ്രാം കൃത്യമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന 1 സെക്കൻഡ് വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാവുന്നതാണ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ചേഞ്ച് ദ കോഡ് ആൻഡ് ഓപ്പറേറ്റ് ദ ഡിവൈസ് ബോത്ത് LEDs ടേൺ ഓൺ ആൻഡ് ഓഫ് ടുഗദർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോഡ് ഇവിടെ 2ഉം ഹൈ എന്ന് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ 2ഉം ലോ എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വീണ്ടും അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. പിക്ടോബ്ലോക്സിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത് 2ഉം ഒരുമിച്ച് ഓൺ ആവുന്നുണ്ട്. അതേപോലെ തന്നെ 1 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതുപോലെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതിൽ exam10 പ്രൊഡക്ട്സ് എടുത്തു. അതിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ തന്നിരിക്കുന്നത് ബ്ലിങ്ക് ടുഗദർ എന്നുള്ള